നമസ്കാരം എൻ്റെ കൂട്ടുകാരെ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വന്നത് ഞാൻ ഒരു വാർത്ത കേട്ടതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പനമ്പള്ളി നഗറിൽ ഒരു കുഞ്ഞിനെ ഒരു ആമസോണിൻ്റെ കൂട്ടിൽ പൊതിഞ്ഞിട്ട് ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കിട്ട് അതിനെ കൊന്നു. ഒരു ആങ്കൊച്ചാണോ എന്ന് പറയണ കേട്ടു. ആങ്കൊച്ചാണേലും പെങ്കൊച്ചാണേലും എന്തൊരു ക്രൂരമായ ഒരു മനസ്സല്ലേ ആ മനുഷ്യരുടെ. അവർക്ക് എവിടെയെങ്കിലും കൊണ്ട് അതിനെ ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു. ഏതെങ്കിലും ഒരു തെരുവിൽ കൊണ്ട് ഇട്ടിരുന്നാൽ ആരെങ്കിലും വന്ന് അതിന് ആ കരയണ കേട്ടോണ്ട് ആരെങ്കിലും വന്ന് എടുത്തോണ്ട്, അല്ലെങ്കിൽ ഇപ്പം അമ്മത്തൊട്ടിൽ പോലെയുള്ള എന്തെല്ലാം സംവിധാനങ്ങളുണ്ടല്ലേ, അവിടെ കൊണ്ട് കൊടുക്കുകയോ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൻ്റെ മുമ്പിൽ കൊണ്ടിടുകയോ എന്തെങ്കിലും ചെയ്യാനുള്ളതിന് അതിനെ കൊന്നു കളയാന്ന് വെച്ചിട്ടുണ്ടല്ലേ, അത് എന്തൊരു മനസ്സായിരിക്കും അല്ലേ. മനുഷ്യൻ ചീത്ത മാർഗത്തിൽ കൂടെ അല്ലെങ്കിൽ നടന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബകലഹത്തിൻ്റെ കൂടെയോ ഈ പാവം കുഞ്ഞുങ്ങൾ അവരെന്ത് പഴച്ചു അല്ലേ. എന്ത് ക്രൂരമായ ഒരു മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ എന്ത് ക്രൂരതയല്ലേ. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ കുഞ്ഞു കുട്ടികളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ പ്രായമായവരെ പീഡിപ്പിക്കുക, ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളെ കൊല്ലുക, കൊല, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ഒരു വിനോദമായിട്ട്. ഇതൊക്കെ വല്ല മയക്കുമരുന്നിൻ്റെയോ മദ്യത്തിൻ്റെയോ ഒക്കെ അടിമയാണോ എന്നോ ആർക്കറിയാം അല്ലേ. എന്താണേലും അതിനൊക്കെ ഒരു നിയമവും ഇല്ല ഇവിടെ. എന്തോരം പീഡിപ്പിച്ചാലും അവരെല്ലാം രക്ഷപ്പെടുന്ന ഒരു കാലമായത്. ആർക്കും ഒരു പേടിയില്ല. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, ഈ നിയമമൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് എല്ലാവരും അങ്ങ് ചിന്തിച്ചു വെച്ചേക്കുക. സമൂഹത്തിൻ്റെ ഈ അവ്യവസ്ഥിതി ഒന്ന് മാറുമോ പോലും എന്നെങ്കിലും. കഷ്ടമില്ല ആ കുഞ്ഞു പാവം എന്ത് പഴിച്ചു അത്. അതിന് ഒന്ന് ഓർത്ത് നോക്കിയാൽ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് അതിനെ താഴേക്ക് വലിച്ചെറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നാണേലും രക്ഷപ്പെടുമോ? ഒരിക്കലും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവരെന്താണേലും പിടിക്കും. അതല്ലേലും ഒരു കുഞ്ഞിനെ ഗർഭിണിയാകുമ്പോൾ എന്താണേലും അത് പുറം ലോകം അറിഞ്ഞിട്ടുണ്ടല്ലോ. ഈ 9 മാസം അവർക്ക് ഒളിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഇല്ലേ? ശരിയല്ലേ? എന്തൊരു ദുഷ്ടത്തരമാണ് അവരുടെ മനസ്സിലുള്ള ക്രൂരമായ ഒരു മനസ്സൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ എന്തോരം പിള്ളേരെ കൊലപാതകം നമ്മളിപ്പോൾ കേൾക്കണുണ്ടല്ലേ, എന്തോരം പിള്ളേരെ പീഡിപ്പിക്കപ്പെടുന്നത്. ഇതെന്താണെന്ന് അറിയത്തില്ല. ഇത് കൂടുതലാണെന്ന് തോന്നണേ. എൻഡോസൾഫാൻ പോലെ എന്തോ വിഷം ഇവരുടെ എല്ലാം ഉള്ളിൽ ചെല്ലണുണ്ട്. അതുകൊണ്ടായിരിക്കും മനുഷ്യന് ആരോടും ഒരു സ്നേഹവും ഇല്ല, ആരോടും. ആ മിണ്ടാപ്രാണിയായ കുഞ്ഞല്ലേ, അതെന്ത് പഴച്ചു അല്ലേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ടാകാണ്ടിരിക്കാനുള്ള, ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളുണ്ട്. ഇല്ലാത്ത മനുഷ്യർ എന്തോരമുണ്ട്, കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖിക്കുന്ന എന്തോരം ദമ്പതിമാരുണ്ട് ഈ നാട്ടിൽ, ചികിത്സയും മരുന്നുമായിട്ട് കഴിയുന്ന. എനിക്കറിയാവുന്ന തന്നെ ഒരു കുടുംബക്കാരുണ്ട്. എത്ര വർഷമായിട്ട് അവരിങ്ങനെ ചികിത്സയായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നടക്കണം. ഇന്നൊന്ന് ഓർത്തു നോക്കിയേ, മനുഷ്യൻ എന്തിനാ ഇങ്ങനെ ക്രൂരത കാണിക്കണേന്ന് ഞാൻ ഓർക്കുന്നത്. ഉണ്ടായതിനെ ഒന്നെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ആർക്കെങ്കിലും കൊടുത്ത് അതിനെ വളർത്താൻ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്, അനാഥാലയത്തിൽ പോലുള്ള എവിടെയെങ്കിലും കൊണ്ട് അതിനെ കൊടുക്കുക. അതല്ലേ ചെയ്യേണ്ട. അല്ലാണ്ട് അതിനെ വലിച്ചെറിഞ്ഞല്ലോ. അവർക്ക് തക്കതായ ശിക്ഷ ദൈവമേ കൊടുക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ മനസ്സിന് വല്ലാതെ വിഷമം. ഞാനും 2 കുട്ടികളുടെ അമ്മയാണ്. എനിക്ക് വന്ന ഒരു വിഷമം അത് നശിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, അത് ഗർഭിണിയായ ഉടനെ 1 മാസത്തിലോ അല്ലെങ്കിൽ 2 മാസത്തിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചറിഞ്ഞാൽ അത് ഏതെങ്കിലും മാർഗത്തിലൂടെ അതിനെ കളയാൻ പറ്റുമായിരിക്കാം. പക്ഷേ അതൊന്നും ചെയ്യാതെ ഇത്രയും കാലം വളർത്തി അത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന് ഒരു ആമസോണിൻ്റെ കൂടി, അത് എന്തൊരു മനസ്സായിരിക്കും അല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതിനൊക്കെ ഗവൺമെൻറ് നല്ല തക്കതായ നിയമം കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരുടെ മനസ്സിലിങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പറയണം. അല്ലാണ്ട് ഇങ്ങനത്തെ ദുഷ്ടപ്രവൃത്തിയൊന്നും ഒരു മനുഷ്യൻ മനസ്സിൽ പോലും ചിന്തിക്കരുത്. ഒരു കുഞ്ഞുങ്ങളോട്, ഒരു മൃഗങ്ങളോട് പോലും. ഒരു പൂച്ചയാണേലും പട്ടിയാണെങ്കിലും പോലും മനുഷ്യൻ എന്ത് സ്നേഹത്തോടെ തന്നെ അതിനെ പട്ടിണിക്കിടുക, അതിനെ അടിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കണം കണ്ടിട്ടില്ലേ. അപ്പോൾ പിന്നെ ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. ഒരിക്കലും ആരുടെ മനസ്സിൽ അങ്ങനെ ഒരു ദുഷിച്ച ചിന്ത ഉണ്ടാവാതിരിക്കട്ടെ. എനിക്കതേ പറയാനുള്ളൂ.